ഓഡിയോ ക്ലിയർ അല്ല. ഹലോ, ഓക്കെ ആണോ? കേൾക്കുന്നുണ്ടോ? ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. നമുക്ക് അറ്റൻഡൻസ് ഇൻ ബിറ്റ്വീൻ എടുക്കാം. 13 പേരെ വന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ടു മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ്. അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് അറ്റോമിക്. ഇന്നത്തെ ക്ലാസ് നമ്മൾ എക്സ്ക്ലൂസീവ്ലി അറ്റോമിക് ബോണ്ടിങ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ടിങ്, പ്രൈമറി ബോണ്ട്, സെക്കൻഡറി ബോണ്ട്സ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇന്നലെ പറഞ്ഞു, ഇന്നത്തെ ക്ലാസ് എന്നോട് പറഞ്ഞിട്ട് ജസ്റ്റ് ബേസിക്സ് ഒന്ന് നമ്മൾ നോക്കി വരാം. ഈ അറ്റോമിക് അറേഞ്ച്മെന്റ്സ്, അറ്റോമിക് നമ്പർ, അറ്റോമിക് മാസ്. ക്ലിയർ ആണില്ല? സൗണ്ട് ഇല്ല, സൗണ്ട് കുറവാ? ഹലോ, ഇപ്പോഴോ? ഹലോ, ഇപ്പൊ ക്ലിയർ ആണോ? സൗണ്ട് ഇതിന്റെ വോയിസ് കുറവുന്നാണോ അതോ വോയിസ് കുറവാണ്? ഇപ്പോഴോ? ഹലോ, ഓക്കെ സാർ. ഓക്കെ. അത് എന്താണെന്ന് അറിയില്ല, ഇതിൽ തന്നെയാണുള്ളത്. ഓക്കെ, അപ്പോ അതാണ് നിങ്ങൾ പറഞ്ഞത്. നമ്മൾ അറ്റോമിക് നമ്പർ, അറ്റോമിക് മാസ്, ഐസോടോപ്സ്, ഇതുപോലത്തെ ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? എന്താണ് അമിത്തല്ലേ? അമിത്തുണ്ടോ? എന്താണ് അമിത്ത അറ്റോമിക് നമ്പർ? അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ പറഞ്ഞോ. ഹലോ, അമിത്. സാർ, അറ്റോമിക് നമ്പർ എന്താ? നമ്മളൊരു ഇത് എലിമെന്റിന്റെ ഇത് ഡിഫൈൻ ചെയ്യുന്ന അതിന്റെ നമ്പർ, അറ്റോമിക് നമ്പർ വെച്ചിട്ടാണ് അല്ലേ? അറ്റോമിക് നമ്പർ നമ്മൾ ഏതിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്? അതിന്റെ പ്രോട്ടോൺ നമ്പർ. പ്രോട്ടോണിന്റെ നമ്പർ അല്ലേ? പ്രോട്ടോൺ വെച്ചിട്ടാണ് അറ്റോമിക് നമ്പർ പറയുന്നത്. ഓക്കെ, അനിരുദ്ധുണ്ടോ? അനിരുദ്ധൊന്ന് അറ്റോമിക് മാസ് എന്താന്ന് പറഞ്ഞത്? അനിരുദ്ധ ഒന്ന് അറ്റോമിക് മാസ്. ഏതിന്റെയൊക്കെ സമ്മാണ് അറ്റോമിക് മാസ്? നിങ്ങൾ സ്ലൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്രോട്ടോൺസിന് ന്യൂട്രോൺസിന് അല്ലെ, സമ്മിനാണ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ചില ആറ്റംസ്, അതായത് ചില എലമെന്റ്സിന്റെ ആറ്റംസ് ഡിഫറെന്റ് അറ്റോമിക് മാസസ് കാണിക്കും. അതിനെ നമ്മൾ ഐസോടോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ബേസിക് കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞു വെക്കേണ്ടതാണ്. എക്സാമിന് വരുന്നതല്ല. നമുക്ക് എന്തായാലും ഇന്ന് അറ്റോമിക് മോഡൽസിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞു, ഡിഫറെന്റ് അറ്റോമിക് മോഡൽസ് ഉണ്ട്. ഒന്നാണ് ആദ്യമായിട്ട് ഫസ്റ്റ് മോഡലാണ് ബോർ അറ്റോമിക് മോഡൽ. അപ്പോ ബോർ അറ്റോമിക് മോഡലില് അത് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് അറ്റോമിക് മോഡൽസ് ആണ്.
In Bohr atomic model, the electrons are assumed to revolve around the atomic nucleus in discrete orbitals or quantum states. So, these electrons are permitted to have specific values of energy. And all the electrons revolving around the nucleus do not have the same energy level. So, ഇതിൽ Bohr atomic model discrete orbitals electron arrange ചെയ്തിരിക്കുന്ന രീതിയിലാണ് ആ Bohr atomic model propose ചെയ്തത്. പക്ഷേ ലേറ്റർ സ്റ്റഡീസിൽ പിന്നെ മനസ്സിലായി ഇലക്ട്രോൺ ആണ് ഡിസ്ക്രീറ്റ് ഒരു ഓർബിറ്റലല്ല, ഇലക്ട്രോൺ ഒരു പാർട്ടിക്കിൾ നേച്ചർ മാത്രമല്ല. സാർ സൗണ്ട് പിന്നെ പോയി പോയാ ഒരു സെക്കൻഡ്. ഇപ്പോഴോ? ഓക്കെ ഓക്കെ. ഹലോ, ഇപ്പൊ കേൾക്കാവോ? യെസ് സാർ, കേൾക്കാം. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് ബോർ അറ്റോമിക് മോഡലാണ്. ബോർ അറ്റോമിക് മോഡലിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വേവ് അറ്റോമിക് മോഡലിലേക്ക് പോയി. അപ്പോൾ യുവർ ഇലക്ട്രോൺ is no longer treated as particle moving in a discrete orbital, but rather person is considered to be the probability of an electron being at various location around the nucleus. അപ്പൊ ഇവിടെ അതിന്റെ പാർട്ടിക്കിൾ നേച്ചർ മാത്രമല്ല, അതിന്റെ വേവ് നേച്ചറും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ഇന്നലെ ഞാൻ ജസ്റ്റ് പറഞ്ഞത്. അതിന്റെ 2 ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് ബോർ അറ്റോമിക് മോഡലും വേവ് മെക്കാനിക്കൽ മോഡലും. അപ്പോൾ ബോർ അറ്റോമിക് മോഡല് ഒരു പർട്ടിക്കുലർ ഓർബിറ്റലാണ്, ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഓർബിറ്റൽ ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഓർബിറ്റൽസ് ഉണ്ടാവും. അതാണ് നമ്മൾ കുറെ ഷെൽസ് ആയിട്ട് അല്ലെ, ക്വാണ്ടം നമ്പേഴ്സ് വെച്ച് നമ്മൾ പറയുന്നത് KLMN തുടങ്ങിയ ഡിഫറെന്റ് ഷെൽസ് ആയിട്ട് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഇതൊക്കെ പ്ലസ് ടു ഇതിൽ പഠിക്കുന്നതാണ്. പക്ഷെ വേവ് അറ്റോമിക് മോഡലിൽ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ഈ ഇലക്ട്രോൺ ഓർബിറ്റൽ എന്ന് പറയുന്നത് അതിന് വേവ് നേച്ചറും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു പ്രോബബിലിറ്റി മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നില്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ നോക്കിയാൽ ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, ക്വാണ്ടം നമ്പേഴ്സ് അല്ലെ. ക്വാണ്ടം നമ്പേഴ്സ് നമുക്കറിയാം ക്വാണ്ടം വേവ് മെക്കാനിക്സിലാണ് വരുന്നത്. അപ്പോ എവറി ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ 4 പാരാമീറ്റേഴ്സ് കോൾഡ് ക്വാണ്ടം നമ്പേഴ്സ്. അപ്പൊ അതിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിരിക്കുന്നത് NLM എന്ന പാരാമീറ്റർ, NLML and MS, M_L, M_L ഈ പാരാമീറ്റേഴ്സ് കൊണ്ടാണ് ഈ ക്വാണ്ടം നമ്പേഴ്സ് ഒക്കെ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം 4 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ടല്ലോ. ഏതൊക്കെയാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അല്ലെങ്കിൽ ആംഗുലാർ മൊമെന്റം, അല്ലെങ്കിൽ ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. അതിലറിയാം ആദ്യത്തെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണെങ്കിൽ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ദി എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ എ പർട്ടിക്കുലർ സ്റ്റേറ്റ്. അതാണ് ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധാരണ n ഈക്വൽ ടു 1 2 3 4 5 എക്സെട്ര അങ്ങനെയാണ് n വാല്യൂ നമ്മൾ എടുക്കുന്നത്. L എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ റിലേറ്റഡ് ടു ദി ഷേപ്പ് ഓഫ് ദി ഇലക്ട്രോൺ ഓർബിറ്റൽ. ഇലക്ട്രോൺ ഓർബിറ്റലിന്റെ ഷേപ്പിനെയാണ് അത് ഡിഫൈൻ ചെയ്യുന്നത്. സെക്കൻഡ് L റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ Lന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 to n-1 ആണ്. N-ന്റെ എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അപ്പൊ n = 1 ആണെങ്കിൽ L = 0 ആയിരിക്കും. 2 ആണെങ്കിൽ Lന്റെ വാല്യൂ 0 and 1 ആയിരിക്കും. Third one is the magnetic quantum number. It represents the arrangement of the electron in that space, or the spatial orientation of the electron. I am L, M_L. അതിന്റെ വാല്യൂ -2 + 1 ആണ്. -1 0 + 1 അങ്ങനെ 3 വരാം. അത് നമ്മൾ കണ്ടുപിടിക്കുന്ന 2L + 1 വാല്യൂസ് ഉണ്ടാവും. ഓരോ ML-നും 2L + 1 വാല്യൂസ് ഉണ്ടാവും. And fourth one is spin quantum numbers. M_S കൊണ്ട് ഡെസിഗ്നേറ്റ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺ സ്പിന്നിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അപ്പ് സ്പിന്നും ഡൗൺ സ്പിന്നും ഉണ്ട്. അതിന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് +1/2 and -1/2. ഓക്കെ, നമ്മൾ ഈ ബോർ അറ്റോമിക് മോഡലിൽ മെയിൻ ഇലക്ട്രോൺ ഷെൽസ് ആർ ഡെസിഗ്നേറ്റഡ് ബൈ ലെറ്റേഴ്സ്. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞു KLMNO PNQ ഈ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഈ പറയുന്ന n = 1 2 3 4 5 6 7 7 ഈ ഷെൽസ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ബേസിക് കാര്യം മാത്രമാണ്. അടുത്തത് അറ്റോമിക് ബോണ്ടിങ് ആണ് പറയുന്നത്. കാരണം നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ബോണ്ട്സ് ആണ്.
So നമുക്കറിയാം all solid materials are composed of very large number of atoms that are closely packed together in some manner. അല്ലെ? നമുക്കറിയാം എല്ലാം ഇപ്പോൾ ഓരോ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സോളിഡ് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അത് അറ്റോമിക് ബോണ്ടിങ് വഴി അല്ലെങ്കിൽ മോളിക്കുലർ ബോണ്ടിങ് വഴി അത് അതിൻ്റെ ഇടയിൽ ഉള്ളിലൊരു ഇന്റർ മോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? അങ്ങനെയാണ് ഇത് ബോണ്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് രണ്ട് ആറ്റംസ് തമ്മിൽ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ചിട്ട് ഈ ഇന്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സ് കുറവായിരിക്കും. ഡിസ്റ്റൻസ് കുറയുന്നതനുസരിച്ചിട്ട് ഇന്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലെ ഈ നമുക്ക് കിട്ടുന്ന ഫൈനൽ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് അത് ഡിപ്പെൻഡ്സ് ഓൺ രണ്ട് ടൈപ്പ് ഓഫ് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നെറ്റ് ഫോഴ്സ് നമ്മൾ ഫൈനലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ഫോഴ്സസ് ഉണ്ടാവും ഈ ആറ്റംസ് തമ്മിൽ. വൺ ഈസ് അട്രാക്റ്റീവ് ഫോഴ്സ് ആൻഡ് അതർ വൺ ഈസ് റിപ്പൾസീവ് ഫോഴ്സ്. ഓക്കെ, and the magnitude of these two forces depends on is based on the interatomic distances. Okay, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മാഗ്നിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കും ഡിസ്റ്റൻസ് മാറുന്നതനുസരിച്ച്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഓരോ ഇലക്ട്രോൺ ഷെൽ അടുത്ത ആറ്റം വരികയാണെങ്കിൽ രണ്ട് ഇലക്ട്രോൺ ഷെൽസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഓവർലാപ്പ് ചെയ്യുമ്പോൾ അവിടെ ഒരു സ്ട്രോങ് റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ രണ്ട് ആറ്റംസ് തമ്മിലുള്ള നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ അട്രാക്റ്റീവ് ഫോഴ്സും റിപ്പൾസീവ് ഫോഴ്സും ഈ രണ്ട് കോമ്പോണന്റിന്റെയും സമ്മേഷൻ ചെയ്ത വാല്യൂ ആണ് നെറ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇന്റർ മോളിക്കുലർ ഫോഴ്സ് ബിറ്റ്വീൻ ടു ആറ്റംസ്. ഓക്കെ, അപ്പോൾ വൺസ് ഈ റിപ്പൾസീവ് ആൻഡ് ഈ അട്രാക്റ്റീവ് ഫോഴ്സസ് ആക്ട് ചെയ്യും, അവസാനം അതൊരു ഇക്വിലിബ്രിയത്തിലേക്ക് എത്തും. അപ്പോൾ വൺസ് ഇവരൊരു ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് പരസ്പരം ഒരു സ്ട്രോങ് ബോണ്ടായിട്ട് ഇതൊരു ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് രണ്ടും വെച്ചിട്ട് ഇത് രണ്ടും ഒരു സ്ട്രോങ് ബോണ്ടായിട്ട് ആക്ട് ചെയ്യും. ആ ബോണ്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ഔട്ട്പുട്ട് ഒരു പർട്ടിക്കുലർ എനർജി അതിന് കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ വൺസ് ദ ടു ആറ്റംസ് വൺസ് ദിസ് പൊസിഷൻ ഈസ് അറ്റൈൻഡ്, അതായത് ആ ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ടു ആറ്റംസ് വിൽ റെസിസ്റ്റ് എനി അറ്റംപ്റ്റ് ടു സെപ്പറേറ്റ് ദം അവേ ഫ്രം ഈച്ച് അതർ or push them together by an external means. Okay, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് അതിന് ഒരു ഇന്റർണൽ റെസിസ്റ്റൻസ് അത് ആക്ട് ചെയ്യും ബിക്കോസ് ഓഫ് ദിസ് ഇന്റർഅറ്റോമിക് ഫോഴ്സ് ദാറ്റ് ഹോൾഡ് ദ ആറ്റംസ് ടുഗദർ. ഓക്കെ, അപ്പോൾ ആ എനർജി നമ്മൾ കൊടുക്കുന്ന ആ എനർജിനെയാണ് നമ്മൾ ബോണ്ടിങ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെറ്റീരിയൽസിന്റെ ഇടയിൽ കുറെ ടൈപ്സ് ഓഫ് ബോണ്ട്സ് നിലനിൽക്കുന്നുണ്ട്. അതിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് നമ്മൾ പ്രൈമറി ബോണ്ട് ആൻഡ് സെക്കൻഡറി ബോണ്ട് ആയിട്ട് രണ്ടായിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൈമറി ബോണ്ടിൽ കുറെ ടൈപ്സ് ഓഫ് ബോണ്ടിങ് ഉണ്ട്, അതുപോലെ സെക്കൻഡറി ബോണ്ടിലും കുറെ ടൈപ്സ് ഓഫ് ബോണ്ടിങ് ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡ്സിൽ നമ്മൾ നോക്കും. So the process of holding the atoms together in a solid material is known as bonding. Okay. അപ്പോൾ നിങ്ങൾക്കറിയാം ക്ലാസിഫിക്കേഷൻ ഓഫ് ബോണ്ട്സ്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ബോണ്ട്സ് ഇത് തൊട്ടിട്ടാണ് നിങ്ങളെ സിലബസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് തൊട്ടിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ ഇയറിലൊക്കെ ഈ ഒരു ടോപ്പിക് ഈ ബേസിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിന് ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല എന്ന് സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്. പക്ഷെ ഇപ്രാവശ്യം സിലബസിൽ അത് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രൈമറി ബോണ്ട്സ് സെക്കൻഡറി ബോണ്ട്സ് ഈ ഭാഗത്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ് നോട്ട്സ് ഒക്കെ വെച്ചിട്ട്. അതിന് മുമ്പ് പറഞ്ഞതൊക്കെ ബേസിക്സ് കാര്യങ്ങൾ മാത്രം. ഇപ്പോൾ പ്രൈമറി ബോണ്ട്സിൽ 3 ടൈപ്സ് ഓഫ് ബോണ്ട്സ് ആണുള്ളത്. അയോണിക് ബോണ്ട് ഉണ്ട്, കോവലന്റ് ബോണ്ട് ഉണ്ട്, പിന്നെ മെറ്റാലിക് ബോണ്ട് ഉണ്ട്. അതുപോലെ സെക്കൻഡറി ബോണ്ടിൽ ഡിസ്പേർഷൻ ബോണ്ട്, പെർമനന്റ് ഡൈപോൾ ബോണ്ട് ആൻഡ് ഹൈഡ്രജൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അയോണിക് ബോണ്ട് നോക്കാം. Ionic bond usually found in metallic and both in metallic and non-metallic elements. നമ്മൾ പീരിയോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് എലമെന്റ്സ് തമ്മിലാണ് ഈ അയോണിക് ബോണ്ട് ഉണ്ടാകുന്നത്. അയോണിക് ബോണ്ട്സ് ആർ സ്ട്രോങ് ബോണ്ട്സ് ആണ് അയോണിക് ബോണ്ട്സ്. അപ്പോൾ സാധാരണ അയോണിക് ബോണ്ട്സ് ഉണ്ടാകുന്നത് വാലൻസ് ഇലക്ട്രോൺസ്, നമുക്കറിയാം എന്താണ് വാലൻസ് ഇലക്ട്രോൺസ് എന്താണെന്ന് അറിയാം. വാലൻസ് ഇലക്ട്രോൺസ് തമ്മിൽ ഷെയർ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ ഷെയർ ചെയ്തിട്ടാണ് നമുക്ക് അയോണിക് ബോണ്ട്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ആറ്റംസ് അതിന്റെ സ്റ്റേബിൾ പൊസിഷനിലേക്ക് എത്തുന്നത് അതിന്റെ ഔട്ടർ മോസ്റ്റ് വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസിനാണ്. അതുമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ബോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ഒരു എലമെന്റുമായിട്ട് അത് ഷെയർ ചെയ്തിട്ടാണ് അവിടെ ഒരു അയോണിക് ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ അതിലുള്ളൊരു ക്ലാസിക് എക്സാമ്പിൾ ആണ് നമ്മളെ സോഡിയം ക്ലോറൈഡ് NaCl. ഇതൊരു അയോണിക് ബോണ്ടിന്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ അയോണിക് ബോണ്ടിൽ നമുക്ക് അറിയാം അയോണിക് ബോണ്ട് ആണ്. അപ്പോൾ അവിടെ ഇത് അയോൺസ് ആണ് ഉണ്ടാകുന്നത് ഇത് ഷെയർ ചെയ്തിട്ടാകുമ്പോൾ. അപ്പോൾ ഹലോ കേൾക്കുന്നില്ലേ? നിങ്ങൾക്ക് കേൾക്കാൻ എന്തെങ്കിലും ട്രബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റിൽ ഇടണേ. ഞാൻ ഇപ്പോഴത്തെ ചാറ്റ് ഓൺ ആക്കി വെച്ചിട്ടുണ്ട് ഫോണിൽ. ഓക്കെ ഓക്കെ ആ അപ്പൊ ഈ സോഡിയം ആറ്റം എന്താണ് ഒരു ഇലക്ട്രോൺ ക്ലോറിൻ ആറ്റം കൊടുത്തിട്ട് അത് സോഡിയം പോസിറ്റീവ് അയോണായി മാറും. അതുപോലെ ക്ലോറിൻ ഒരു ആറ്റം കിട്ടുമ്പോൾ അത് ഒരു ഇലക്ട്രോൺ കിട്ടുമ്പോൾ അത് ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ടാണ് ഇലക്ട്രോൺ കിട്ടുമ്പോൾ അത് നെഗറ്റീവ് അയോണായിട്ട് മാറും. അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ പോസിറ്റീവ് ഒരു അയോണും ഇലക്ട്രോൺ ക്ലോറിൻ ഒരു നെഗറ്റീവ് അയോണാണ്. So by virtue of this net opposite electric charges, there will be an attractive force between these two atoms, these two ions, which forms a strong bond between them. അങ്ങനെയാണ് ഈ അയോണിക് ബോണ്ട് ഉണ്ടാകുന്നത്. അയോണിക് അട്രാക്ഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു ബോണ്ടാണ് അയോണിക് ബോണ്ട്. For the materials to be stable, all the ions should participate in forming the bond. അപ്പോൾ നമുക്ക് ഇതിന്റെ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ ഇവിടെ കാണിക്കുന്നത് ഒരു NaClന്റെ അയോണിക് ബോണ്ടാണ്. അപ്പൊ ആദ്യം ഒരു സോഡിയം ആറ്റം ക്ലോറിൻ ആറ്റം കാണിക്കുന്നുണ്ട്. അപ്പൊ സോഡിയം ആറ്റം എന്താണ് അത് അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഒരു വാലൻസ് ഇലക്ട്രോൺ ആയിരിക്കും ക്ലോറിൻ ആറ്റത്തിന് കൊടുക്കും അല്ലെ. അപ്പൊ സോഡിയം ആറ്റം പോസിറ്റീവ് ചാർജ് ഇടും, ക്ലോറിൻ ആറ്റം നെഗറ്റീവ് ചാർജ് ഇടും. ഓക്കെ, ഈ രണ്ട് അയോൺസ് ഈ രണ്ട് ചാർജസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് അവിടെ ഒരു സ്ട്രോങ് ബോണ്ടായ അയോണിക് ബോണ്ടിന് കാരണമാകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ സെക്കൻഡ് ഇതിൽ കാണിക്കുന്നത് ഒരു 3D പാറ്റേൺ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു സോഡിയം Na+ അയോൺ എടുത്തു കഴിഞ്ഞാൽ അത് അതിന്റെ ചുറ്റിലും അല്ലെ എല്ലാ ഭാഗത്തും ഇപ്പൊ ഇതിന്റെ 4 ഭാഗത്തും അതിന്റെ മുകളിലും താഴെയായിട്ട് ഒരു 3D അറേഞ്ച്മെന്റ് ഒരു 3D സ്ട്രോങ് ബോണ്ട് അത് ഫോം ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. All positive ions must have negative ions as the nearest neighbors in a 3D pattern. ഓക്കെ, ഇതാണ് അയോണിക് ബോണ്ട്. അപ്പൊ നിങ്ങൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി ബോണ്ട് ചോദിച്ചാൽ എക്സാമ്പിൾ ആണ് എഴുതാൻ വേണ്ടിയിട്ട് അയോണിക് ബോണ്ട് എക്സാമ്പിൾ നിങ്ങൾക്ക് NaCl എഴുതാം. ടെക്സ്റ്റ് റെഫർ ചെയ്ത് നമുക്ക് ഇനി ഒരുപാട് എക്സാമ്പിൾസ് കിട്ടും. ഓക്കെ, ഒരു എക്സാമ്പിൾ എന്തായാലും എഴുതേണ്ടി വരും. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഒരു ബോണ്ടാണ് കോവാലന്റ് ബോണ്ട്. So usually it is seen among the elements in the central group of the periodic table. Okay, central group like വരുന്ന periodic table elements ആണ് സാധാരണ ഈ കോവാലന്റ് ബോണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ ഈ വാലൻസ് ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്നതിന് പകരം ഇവിടെ എന്താണ് ഇത് രണ്ട് ആറ്റംസ് തമ്മിൽ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോൺസ് വഴി അത് രണ്ട് ആറ്റം ഷെയർ ചെയ്യാം. അപ്പോൾ ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോൺസ് രണ്ട് ആറ്റംസിനും ഷെയർ ചെയ്തിട്ട് നിൽക്കും. ഓക്കെ, so the two atoms are covalently bonded will each contribute at least one electron to the bond, and the shared electron may be considered to belong to both atoms. Okay, and ഒരു പോയിന്റ് കൂടി ശ്രദ്ധിക്കേണ്ടത് covalent bonds are more common in liquids and gases rather than solids. സോളിഡ്സിൽ നമ്മൾ സാധാരണ കാണുന്നതെല്ലാം അയോണിക് ബോണ്ട്സ് ആണ് കൂടുതലായിട്ട്. പക്ഷേ കോവാലന്റ് ബോണ്ട്സ് പ്രൈമറി നമ്മൾ ലിക്വിഡ്സിലും ഗ്യാസസിലാണ് നമ്മൾ കോവാലന്റ് ബോണ്ട്സ് കാണുന്നത്. എക്സാമ്പിൾ ആയിട്ടാണ് ഇവിടെ പറയുന്നത് വലിയ എലമെന്റൽ മോളിക്യൂൾസ് ലൈക്ക് ഹൈഡ്രജൻ മോളിക്യൂൾ, ക്ലോറിൻ ഈ മോളിക്യൂൾസ് എല്ലാം കോവലന്റ് ബോണ്ട് വഴിയാണ് അത് ബോണ്ട് ചെയ്ത് ഇരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഫിഗർ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യാണ്. അപ്പോൾ ആ രണ്ട് ഇലക്ട്രോൺസ് രണ്ട് ക്ലോറിൻ ആറ്റത്തിലും ഷെയർ ചെയ്തിട്ടാണ് ആ ബോണ്ട് ഫോം ചെയ്തത്. ക്ലോറിന്റെ കേസിലും അങ്ങനെയാണ്, ഡയമണ്ടിന്റെ കേസിലും അങ്ങനെയാണ്. ഇതൊക്കെ ഡിഫറെന്റ് ബോണ്ട് ഫോർമേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ വിത്ത് ഫിഗർ വേണം എഴുതാൻ. മാർക്ക് നോക്കിയിട്ട് വേണം എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട്. ഇതിന്റെയൊക്കെ നോട്ട് ഞാൻ ഷെയർ ചെയ്യാം നിങ്ങളെ ഗ്രൂപ്പിലും ഒക്കെ ഷെയർ ചെയ്യാം. തേർഡ് ടൈപ്പ് ഓഫ് ബോണ്ട് ആണ് മെറ്റാലിക് ബോണ്ട്. അമിത് എന്താണ് കേൾക്കുന്നില്ലേ? സാർ പെട്ടെന്ന് സാറിന്റെ മൈക്ക് റഫ് ചെയ്തോ. മെറ്റാലിക് ബോണ്ട് അതുപോലെ നമ്മൾ മെറ്റൽസിന് മാത്രം നമ്മൾ
നമ്മൾ കാണുന്ന ബോണ്ടാണ് മെറ്റാലിക് ബോണ്ട്. മെറ്റൽസിലും അലോയ്സിലും നമ്മൾ കാണുന്ന മെറ്റാലിക് ബോണ്ട്. അപ്പോൾ ഇതുപോലത്തെ മെറ്റാലിക് മെറ്റീരിയൽസ് യൂഷ്വലി വാലൻസ് ഇലക്ട്രോൺസ് പറഞ്ഞാൽ മാക്സിമം 1, 2, 3 വരെയുള്ള വാലൻസ് ഇലക്ട്രോൺസ് ആണ് കാണുന്നത്. So these valence electrons are not bound to any particular atom in the solid and are more or less free to drift throughout the entire metal. അപ്പോൾ നമുക്ക് ഈ ഇലക്ട്രോൺസ് പറഞ്ഞാൽ ഈ മെറ്റാലിക് മെറ്റീരിയലിൽ അത് ഒരു ക്ലൗഡ് ഫോർമേഷൻ ഉണ്ടാവും. ഒരു പർട്ടിക്കുലർ ഒരു ഏരിയയിൽ അത് ഇതുപോലെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നെഗറ്റീവ് ഇലക്ട്രോൺസ് എല്ലാം കണ്ടില്ലേ, ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ക്ലൗഡ് പോലെ വെക്കുന്നുണ്ടല്ലേ, പോസിറ്റീവ് ഇലക്ട്രോൺസ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോൺസ്. ആ രീതിയിലാണ് മെറ്റാലിക് ബോണ്ടിൽ ഉണ്ടാവുന്നത്. So these free electrons require only a very small amount of energy to detach themselves from the nucleus. Okay. അതായത് ഞാൻ പറഞ്ഞു ഈ വാലൻസ് ഇലക്ട്രോൺസിനെ നമുക്ക് അതിന്റെ ന്യൂക്ലിയസിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടി നമുക്ക് യൂഷ്വലി നോർമൽ ടെമ്പറേച്ചറിൽ നമുക്ക് അതിനെ ഡിറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഡിറ്റാച്ച് ചെയ്ത ഇലക്ട്രോൺസ് ഉണ്ടാവും, അവിടെ ഒരു ക്ലൗഡ് ഫോർമേഷൻ, ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ഫോം ചെയ്യും. ഓക്കെ. So metal may be considered as positive ion surrounded by a number of free electrons forming an electron cloud. So ഒരു മെറ്റാലിക് മെറ്റീരിയൽ എടുത്താൽ അതിൽ മെറ്റാലിക് മെറ്റീരിയൽ നമുക്ക് എൻറ്റയർ ആയിട്ട് കാണുന്നത് ഒരു പോസിറ്റീവ് അയോൺ സറൗണ്ടഡ് ബൈ എ ക്ലൗഡ് ഓഫ് ഇലക്ട്രോൺ, അതുപോലെ നമുക്ക് കൺസിഡർ ചെയ്യാം. ദീസ് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പോസിറ്റീവ് അയോൺ ആൻഡ് ദ നെഗറ്റീവ് ഇലക്ട്രോൺ ക്ലൗഡ് ഫോംസ് എ ബോണ്ട് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് മെറ്റാലിക് ബോണ്ട്. ഓക്കെ. ഇവിടെയുള്ള ഇലക്ട്രോൺസ്, ഈ ക്ലൗഡ് ഓഫ് ഇലക്ട്രോൺ ആക്ട് ആസ് എ ഗ്രൂപ്പ്, ഒരു പശ പോലെ ഇറ്റ് ഹോൾഡ് ദ അയോൺസ് ടുഗദർ. അപ്പോൾ ഒരു മെറ്റാലിക് ബോണ്ടിന്റെ കേസിൽ എല്ലാ പോസിറ്റീവ് ചാർജ് അയോൺസും അതുപോലെ ഈ എല്ലാ ഇലക്ട്രോൺസും ഈ ബോണ്ട് ഫോർമേഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് നമുക്ക് നേരത്തെ നോക്കി കോവലന്റ് അയോണിക് ബോണ്ടിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ അയോൺസ് മാത്രമാണ് ആ ബോണ്ട് ഫോർമേഷന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്നത്. പക്ഷെ മെറ്റാലിക് ബോണ്ടിൽ എൻറ്റയർ പോസിറ്റീവ് അയോൺസും എൻറ്റയർ ഗ്രൂപ്പ് ഓഫ് ക്ലൗഡ് ഓഫ് ഇലക്ട്രോൺസും ഈ മെറ്റാലിക് ബോണ്ട് ഫോർമേഷന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെയും ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നമ്മൾ പോകുന്നത് സെക്കൻഡറി ബോണ്ടിലാണ്. ഈ 3 ടൈപ്പ് ഓഫ് ബോണ്ട്സ് ആണ് പ്രൈമറി ബോണ്ടിലുള്ളത്, അയോണിക്, കോവാലന്റ് ആൻഡ് മെറ്റാലിക് ബോണ്ട്. അടുത്ത സെക്കൻഡറി ബോണ്ടാണ്. സെക്കൻഡറി ബോണ്ട് വെൻ കമ്പയർഡ് ടു സെക്കൻഡറി ബോണ്ടിന്റെ ഇവിടെ സ്ലൈഡ് കൊടുത്തിട്ടാണ് ഡയറക്റ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെക്കൻഡറി ബോണ്ടാണ് കൊടുത്തത്. സെക്കൻഡറി ബോണ്ട് ഒക്കെ ആണെങ്കിൽ സെക്കൻഡറി ബോണ്ട് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ മാത്രമേ കൊടുത്തുള്ളൂ. സെക്കൻഡറി ബോണ്ട്സ് പൊതുവെ വീക്ക് ആണ്. കമ്പയർഡ് ടു പ്രൈമറി ബോണ്ട്സ്, സെക്കൻഡറി ബോണ്ട്സ് ആണ് വീക്ക് ആണ്. അപ്പോൾ ഇവിടെ കാണിച്ച പോലെ 3 ടൈപ്സ് ഓഫ് പ്രൈമറി ബോണ്ട്സ് ആണുള്ളത്. അപ്പോൾ മെയിൻ ആയിട്ട് ഈ ബോണ്ട്സ് വരുന്നത് ഇതുപോലത്തെ ഡൈപോൾസ് കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ 3 ടൈപ്സ് ആണുള്ളത്. ഡിസ്പെർഷൻ ബോണ്ട്, പിന്നെ പെർമനന്റ് ഡൈപോൾ ബോണ്ട് ആൻഡ് തേർഡ് വൺ ഹൈഡ്രജൻ ബോണ്ട്. അപ്പൊ നമുക്കറിയാം, ഞാൻ നേരത്തെ ഈ ബോർ അറ്റോമിക് മോഡൽ പറയാം, ന്യൂക്ലിയസ് ഉണ്ടാവും. ന്യൂക്ലിയസിന് ചുറ്റുമായിട്ടാണ് ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. ഇപ്പൊ ഇലക്ട്രോൺ എന്താണ് പർട്ടിക്കുലർ ഓർബിറ്റലിൽ പർട്ടിക്കുലർ ഷെൽസ് ഉണ്ടാവില്ല, അതിന്റെ ചുറ്റിലും ന്യൂക്ലിയസിന് ചുറ്റായിട്ട് കുറെ ഓർബിറ്റൽസ് ഉണ്ടാവും അല്ലെ. നമ്മൾ സർക്കുലർ ഓർബിറ്റ്സ് വരച്ചില്ലേ, അതിലാണ് ഇലക്ട്രോൺസ് നിൽക്കുന്നത് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബോർ അറ്റോമിക് മോഡൽ. പക്ഷെ നമുക്കറിയാം വേവ് അറ്റോമിക് മോഡൽ അല്ലെങ്കിൽ വേവ് മെക്കാനിക്കൽ മോഡൽ അത് ഇലക്ട്രോൺസിന്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു പ്രോബബിലിറ്റി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. കാരണം അതിന് വേവ് നേച്ചറും കൂടി ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. ഇലക്ട്രോൺ പാർട്ടിക്കൽ നേച്ചർ മാത്രമല്ല വേവ് നേച്ചറും കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ പ്രോബബിലിറ്റിയെ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാല്, ഈ നമ്മളടുത്ത് 2 ആറ്റംസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സെന്റർ ഓഫ് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് കോയിൻസൈഡ് ചെയ്യും. അതായത് ഈ ഇലക്ട്രോൺസ് പറയാം. നമ്മൾ ഫസ്റ്റ് ഡിസ്പേർഷൻ ബോണ്ട് എടുത്തു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫിഗറിൽ കാണിക്കുന്നുണ്ട് സെന്റർ ഓഫ് ചാർജ് കോയിൻസൈഡ് യൂണിഫോം ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ. രണ്ടാമത്തെ കേസിൽ സെന്റർ ഓഫ് ചാർജ് ഡു നോട്ട് കോയിൻസൈഡ് മൊമെന്ററി പോളറൈസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ സെക്കൻഡ് കേസിൽ നോക്കി ഇലക്ട്രോൺസ് എല്ലാം ഒരു വശത്തേക്ക് പോളറൈസ്ഡ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, യൂണിഫോം ആയിട്ടല്ല ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട്. അപ്പോൾ അതുപോലത്തെ കേസസിൽ അതൊരു ഡൈപോൾ ഫോം ചെയ്യും. ആ ഡൈപോൾ ആണ് ഇവിടെയുള്ള അട്രാക്റ്റീവ് ഫോഴ്സിന് കാരണം. പക്ഷെ ഈ ഡൈപോൾ കൊണ്ടുണ്ടാകുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് വീക്ക് ആണ്, പ്രൈമറി ബോണ്ട് പോലെ സ്ട്രോങ് അല്ല. അപ്പോൾ ഈ പറയുന്ന എല്ലാ ബോണ്ടും സെക്കൻഡറി ബോണ്ടിൽ നിന്ന് എല്ലാം ഇതുപോലത്തെ ഡൈപോൾ ഫോർമേഷനിലൂടെ വരുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്.
അപ്പൊ അതിൽ വരുന്ന ഫസ്റ്റ് ഒന്നാണ് ഡിസ്പേർഷൻ ബോണ്ട്. ഡിസ്പേർഷൻ ബോണ്ടിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കിയ ഡിസ്പേർഷൻ ബോണ്ട് അതിൽ ഇൻ ഓൾ സിമെട്രിക് മോളിക്യൂൾസ് ആൻഡ് ഇൻ ഓൾ നോബിൾ ഗ്യാസ് ആറ്റംസ് ദ ഓവറോൾ സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺ ഈസ് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ദ പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ്. ഹെൻസ് ദ സെന്റർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ദിസ് കോയിൻസൈഡ്. ഇപ്പൊ എല്ലാ ആറ്റം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആറ്റം മുകളിലായിട്ട് എല്ലാ ആറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ന്യൂക്ലിയസിന്റെ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, അതിന് ചുറ്റുമായിട്ട് ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കോയിൻസൈഡ് ചെയ്ത് വേണം. ഓക്കെ, പക്ഷെ നമുക്കറിയാം ഇലക്ട്രോൺ കൃത്യമായിട്ട് ആ ഓർബിറ്റിൽ മാത്രമല്ല മൂവ് ചെയ്യുന്നത് അല്ലെ. സെക്കൻഡ് പോയിന്റ്, ബട്ട് ആസ് എ റിസൾട്ട് ഓഫ് ദ റാൻഡം മൂവ്മെന്റ് ഓഫ് ദ ഇലക്ട്രോൺ there may be momentary change in the symmetrical spatial distribution of electrons resulting in a momentary shift in the center of positive and negative charges. ഓക്കെ, അപ്പൊ ഈ നെഗറ്റീവ് ചാർജസിന്റെ പൊസിഷനിൽ മാറ്റങ്ങൾ ഉണ്ടാവാം, ഷിഫ്റ്റ്സ് ഉണ്ടാവാം. ഓക്കെ, അങ്ങനെ ഷിഫ്റ്റ്സ് ഉണ്ടാകുമ്പോൾ എന്താ ഒരു ഭാഗത്തേക്ക് മാത്രമല്ല ഫോഴ്സ് കൂടാം, അല്ലെങ്കിൽ അവിടെ ഒരു ഡൈപോൾ ഒരു എക്സെൻട്രിസിറ്റി ക്രിയേറ്റ് ആവാം. Thus an electric dipole is created. അതിനെയാണ് നമ്മൾ ഈ അറ്റോമിക് അയോൺസിന്റെ കേസിൽ ഡൈപോൾ എന്ന് പറയുന്നത്. This random fluctuation polarization is called as dispersion effect. അപ്പോൾ ഇതുപോലെയുള്ള ഫ്ലക്ച്വേഷൻ, അതായത് ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കാരണം, ഇപ്പൊ ഇത് ജസ്റ്റ് ഫ്ലക്ച്വേഷൻ ആണ്, അതൊരു പെർമനന്റ് ഫ്ലക്ച്വേഷൻ അല്ല. അപ്പൊ ഇതുപോലെയുള്ള ഒരു ഫ്ലക്ച്വേഷൻ വരുമ്പോൾ ഉണ്ടാവുന്ന പോളറൈസേഷൻ കാരണമാണ് നമുക്ക് ഈ ഡൈപോൾ കിട്ടുന്നത്. അപ്പോൾ ആ രീതിയിൽ വരുന്ന ഡൈപോൾ ആ രീതിയിൽ വരുന്ന ബോണ്ടിനെ നമ്മൾ ഡിസ്പേർഷൻ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു ഡൈപോൾ ക്രിയേറ്റ് ചെയ്താൽ ആ ഡൈപോളിന് പിന്നെയും മൾട്ടിപ്പിൾ ഡൈപോൾസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ഡൈപോള് പിന്നെയും ഈ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റിനെ ഫർദർ അതിനെ ആക്ടിവേറ്റ് ചെയ്യും. അത് അടുത്ത ആറ്റമിലെ ഇലക്ട്രോൺ അത് ഇതുപോലത്തെ ഡൈപോൾ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ സെക്കൻഡ് ഡൈപോൾ ക്രിയേറ്റ് ചെയ്തു. So a bonding results due to the electrostatic attraction between the positive end of one dipole and the negative region of the adjacent one. അപ്പോൾ ആ രീതിയിലാണ് ഈ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, വീക്ക് ബോണ്ട് ആണ് ഇതുപോലത്തെ ഈ സെക്കൻഡറി ബോണ്ട്സ്. അപ്പോൾ സെക്കൻഡറി ബോണ്ട്സ് ഓൾറെഡി കോവലന്റ് ബോണ്ട്, അതായത് പ്രൈമറി ബോണ്ട് ഉള്ള മെറ്റീരിയൽസിൽ തന്നെ ഇതുപോലുള്ള ഡിസ്പേർഷൻ ബോണ്ട്സ് ഒക്കെ ഉണ്ടാവാം. അതിന്റെ കൂടെ തന്നെ, അതായത് പ്രൈമറി സെക്കൻഡറി രണ്ട് ബോണ്ട്സും ഉണ്ടാവും ചില സ്ഥലത്തൊക്കെ. അപ്പോൾ ഈ എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞ ഡിസ്പേർഷൻ ബോണ്ടിന്റെ. പിന്നെ വരുന്നത് പെർമനന്റ് ഡൈപോൾ ബോണ്ടാണ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ഡൈപോൾ ബോണ്ടാണ്. ഡൈപോൾ ബോണ്ട് പറഞ്ഞാൽ അത് ഇലക്ട്രോണിന്റെ മൂവ്മെന്റ്, ഇലക്ട്രോൺ ഒരു പൊസിഷനിൽ പെർട്ടിക്കുലർ പൊസിഷനിൽ തന്നെ പോകുന്നില്ല, അതിന് വേരിയേഷൻ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ഡൈപോൾ കിട്ടിയത്. പക്ഷെ പെർമനന്റ് ഡൈപോൾ ബോണ്ട് ഉണ്ട്, മീൻസ് ഇത് പെർമനന്റ് ആയിട്ട് തന്നെ അതിലൊരു ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ പെർമനന്റ് ഡൈപോൾ ബോണ്ട്സ് ഉണ്ടാകുന്നത്. Permanent dipole moments exist in some molecules because of asymmetrical arrangement of positively and negatively charged region. Okay, നമുക്കറിയാം സിമെട്രിക്കൽ അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം കോയിൻസൈഡ് ചെയ്ത് വരും. അന്നേരം എന്താണ്, അവിടെ ഒരു എക്സെൻട്രിസിറ്റി ഒന്നും ഉണ്ടാവുന്നില്ല, അവിടെ ഇതുപോലത്തെ ബോണ്ട് ഫോർമേഷൻ ഉണ്ടാവുന്നില്ല. പക്ഷെ ഇതുപോലെ പെർമനന്റ് അസിമെട്രി ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അസിമെട്രിക്കൽ അറേഞ്ച്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആരിൽ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് റീജിയൻസ് തമ്മിൽ, അപ്പോൾ അവിടെ എന്താണെന്നാണ് അതിനെ നമ്മൾ പോളാർ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഹൈഡ്രജൻ ഫ്ലൂറൈഡിന്റെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇങ്ങനെ ഹൈഡ്രജൻ ഫ്ലൂറൈഡിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്കറിയാം, എക്സാമ്പിൾ കൺസിഡർ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂൾ. There are 2 electrons available in the K shell of the hydrogen atom and 8 electrons available in the L shell of the fluorine atom, where the molecule is formed by covalent bond. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇലക്ട്രോൺ ഷെയറിംഗ് കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് അല്ലെ. ഹൈഡ്രജനും ഫ്ലൂറിൻ തമ്മിൽ ഇലക്ട്രോൺ കോവലന്റ് ബോണ്ട് വഴി ഷെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, within the molecule there is an electrical imbalance because the shared electrons surround the nucleus of the fluorine atom more completely than it surrounds the nucleus of the hydrogen atom. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഇംബാലൻസ് എന്ന് പറയുന്നത്, ഇവിടെയുള്ള ഈ ഹൈഡ്രജൻ ഷെയർ ചെയ്ത ആറ്റം ഹൈഡ്രജൻ ന്യൂക്ലിയസിനേക്കാളും കൂടുതൽ അട്രാക്ട് ചെയ്ത് നിൽക്കുന്നത് ഫ്ലൂറിൻ ന്യൂക്ലിയസുമായിട്ടാണ്. ഓക്കെ, thus the center of the positive charge and the center of the negative charge do not coincide. The hydrogen atom becomes the positive end and the fluorine atom becomes the negative end. An electrical dipole is thus created, providing a mechanism for molecular bonding due to the electrostatic attraction between adjacent polar molecules. അപ്പോൾ ഇതുപോലുള്ള പെർമനന്റ് ആയ അസിമെട്രിക്കൽ അറേഞ്ച്മെന്റ് കാരണം ഇവിടെയുള്ള ഹൈഡ്രജൻ ആറ്റത്തിലുള്ള ഈ മോളിക്യൂൾസ് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്തിരിക്കുന്നത് ഫ്ലൂറിൻ ന്യൂക്ലിയസുമായിട്ടാണ്. അപ്പൊ ഈ രീതിയിലുള്ള പെർമനന്റ് അസിമെട്രി കാരണം ഉണ്ടാവുന്ന ബോണ്ടാണ് പെർമനന്റ് ഡൈപോൾ ബോണ്ട്.
അതിൽ വരുന്ന തേർഡ് ടൈപ്പ് ഓഫ് ബോണ്ട് ആണ് ഹൈഡ്രജൻ ബോണ്ട്. Hydrogen bond or hydrogen bridge in പറയും is a special case of polar molecular bonding. It occurs between molecules in which hydrogen is covalently bonded to another element. ഇപ്പൊ നമ്മൾ നോക്കിയാൽ വാട്ടർ മോളിക്യൂൾ H2O എന്ന കേസിൽ അതിൽ ഹൈഡ്രജൻ ബോണ്ടാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ പറയുന്ന സെക്കൻഡറി ബോണ്ട്സ് ഒക്കെ വരുന്നത് കോവലന്റ് ബോണ്ടിന്റെ കൂടെ തന്നെയാണ്. നേരത്തെ പറഞ്ഞ ഡിസ്കഷൻ ഡൈപോൾ ബോണ്ടിലും വരുന്നുണ്ട്, ഇപ്പൊ പറഞ്ഞ ഹൈഡ്രജൻ ബോണ്ടിലും ഓൾറെഡി എക്സിസ്റ്റിംഗ് കോവലന്റ് ബോണ്ടിൽ തന്നെയാണ് ഹൈഡ്രജൻ ബോണ്ട് വരുന്നത്. പക്ഷെ ഹൈഡ്രജൻ ബോണ്ടിന്റെ കേസിൽ ഹൈഡ്രജൻ ബോണ്ട് ബാക്കിയുള്ള സെക്കൻഡറി ബോണ്ട്സ് വെച്ച് നോക്കുമ്പോൾ സ്ട്രോങ്ങർ ബോണ്ടാണ്. ഓക്കെ, the example of attraction, an example is the attraction between H2O molecule in water or ice and their melting and boiling temperature. Okay, ഈ വാട്ടറിന്റെ കേസ് അല്ലെങ്കിൽ ഐസിന്റെ കേസിൽ അട്രാക്ഷൻ H2O മോളിക്യൂൾസിന് അട്രാക്റ്റീവ് ഫോഴ്സ് വരുന്നത് ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ട് സ്ട്രോങ് ആണ് അത് ബ്രേക്ക് ചെയ്യാൻ, അതുകൊണ്ടാണ് അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ബോയിലിംഗ് ടെമ്പറേച്ചറും ഹയർ ആണ്. കാരണം ഇത് ഈ ബോണ്ട് സ്ട്രോങ് ആയതുകൊണ്ടാണ്. ഇവിടെ നിങ്ങൾക്ക് ഫിഗർ കാണിക്കുന്നുണ്ട്, അതിൽ ഹൈഡ്രജൻ H2O. അപ്പോ ഈ വാട്ടറിന്റെ കേസിൽ വേറൊരു പ്രത്യേകത ഉണ്ട്, അതിനാണ് അനോമലസ് ബിഹേവിയർ ഓഫ് ഐസ് ഫ്ലോട്ടിംഗ് ഇൻ വാട്ടർ. നമുക്കറിയാം, ഈ നമ്മള് പിന്നെ മെറ്റാലിക് ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അത് ഡെൻസിറ്റി കൂടുതലാണ് അല്ലെ, മെറ്റൽസിന്റെ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ ഇതേ മെറ്റാലിക് മെറ്റീരിയലിന് ഞാൻ ടെമ്പറേച്ചർ കൂട്ടാന്ന് വിചാരിക്കും. ടെമ്പറേച്ചർ കൂട്ടി പോകുമ്പോൾ ഉണ്ടാവും അത് ഒരു പർട്ടിക്കുലർ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് അറ്റൈൻ ചെയ്യുമ്പോൾ പിന്നെ മെൽറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും, ശരിയല്ലേ? പിന്നെയും നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ ചിലപ്പോൾ അത് അതിന്റെ അടുത്ത ഫേസിലേക്ക് പോകും, അതിന്റെ ഗ്യാസസ് അതിന്റെ ഫേസിലേക്ക് അത് പോകും അല്ലെ. അപ്പൊ അവിടെ സംഭവിക്കുന്ന അതിന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ അത് കൂടുതൽ അതിന്റെ ഡെൻസിറ്റി കുറഞ്ഞു അത് ഫ്രീ ആയി ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ അങ്ങനെയാണ് സംഭവിക്കുന്നത് യൂഷ്വലി അല്ലെ. നമുക്കറിയാം വാട്ടറിന്റെ കേസിൽ അങ്ങനെയല്ല. വാട്ടറിന്റെ കേസിൽ നമ്മളുണ്ടാവും, വാട്ടറിന്റെ ടെമ്പറേച്ചർ കൂട്ടുന്നതനുസരിച്ചിട്ട് അത് ലൈറ്റ് ആയി പോകുന്നുണ്ട്, സ്റ്റീമായിട്ട് പോകുന്നുണ്ട്. വാട്ടറിന്റെ ടെമ്പറേച്ചർ കുറച്ച് അത് ഐസായി കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ, യൂഷ്വലി അത് 4 ഡിഗ്രി ആണ് കണക്കാക്കുന്നത്. 4 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോൾ ഈ ഐസ് എന്താ ചെയ്യും, അത് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഐസ് അത് എക്സ്പാൻഡ് ചെയ്തായിട്ട് നമുക്ക് കാണാം, ശരിയല്ലേ? അപ്പൊ സാധാരണയായിട്ട് നമ്മൾ അതിനെ മെൽറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ, അതിനെ സോൾഡിഫൈ ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതിന്റെ ബോണ്ട് അടുത്തേക്ക് വരിക വേണ്ടത്. പക്ഷെ ഇവിടെ അത് എക്സ്പാൻഡ് ചെയ്തതായിട്ട് കാണാം, ബോണ്ട് ബ്രേക്ക് ചെയ്തതായിട്ട് കാണാം. അപ്പൊ അതിനെയാണ് നമ്മൾ അനോമലസ് ബിഹേവിയർ ഓഫ് ഐസ് ഫ്ലോട്ടിംഗ് ഇൻ വാട്ടർ എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ഇത് മാത്രമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. So anomalous behavior of ice floating in water. അതിൽ ഹൈഡ്രജൻ ബോണ്ട് റെസ്പോൺസ് ഫോർ അപ്പോൾ ഹൈഡ്രജൻ ബോണ്ട് കാരണമാണ്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ട് പഠിക്കുമ്പോൾ നമ്മൾ ഇത് പഠിക്കാൻ കാരണം ഈ അനോമലസ് ബിഹേവിയറിന് കാരണം ഈ ഹൈഡ്രജൻ ബോണ്ടാണ്. അപ്പൊ അതാണ് ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ ഈ ബിഹേവിയർ എപ്പോഴാണ് നമ്മൾ പിന്നെ ഒബ്സർവ് ചെയ്യുന്നത്? ബിലോ 4 ഡിഗ്രി സെൽഷ്യസ്, വാട്ടർ ബിലോ 4 ഐസ് ആയിട്ട് 4 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ നമുക്ക് ഈ അനോമലസ് ബിഹേവിയർ കിട്ടും. ഐസ് കംപ്ലീറ്റ് ആയിട്ടില്ല, ഐസ് ആയിക്കൊണ്ട് നിൽക്കുന്ന ആ സമയത്ത് തന്നെ അത് പിന്നീട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. Hydrogen bonds actually keep water molecules at a greater distance from each other than when there is no such bond at a higher temperature. അല്ലെ, നമുക്ക് ഇപ്പോഴത്തെ ഈ ഫിഗർ നോക്കിയാൽ നമുക്കറിയാം ഒരു പർട്ടിക്കുലർ, അതായത് ഹൈഡ്രജൻ ബോണ്ട്സ് പർട്ടിക്കുലർ ഡിസ്റ്റൻസിലാന്ന് വെക്കില്ല അല്ലെ. ഹൈഡ്രജൻ ഓക്സിജൻ ബോണ്ട്സ് തമ്മിൽ പർട്ടിക്കുലർ ഡിസ്റ്റൻസിലാണ് അറേഞ്ച് ചെയ്തില്ല. പക്ഷെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് ഇത് ബ്രേക്ക് ചെയ്യും, ഈ ഡിസ്റ്റൻസ് കുറയും. The single hydrogen electron is shared with the other atom, making the hydrogen atom a positive charged bare proton. Okay, അത് sorry. ഇതിൽ anomalous behavior. This means that temperature is lower than 4 degrees Celsius. Density of water starts lowering. When it solidifies, ice also shows anomalies when compared with the other solids. അപ്പോൾ സാധാരണ സോളിഡ്സ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് എന്താവും, അത് സോൾഡിഫൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡെൻസിറ്റി കൂടുകയാണ് വേണ്ടത്. പക്ഷെ ഐസിന്റെ കേസിൽ അല്ലെങ്കിൽ വാട്ടറിന്റെ കേസിൽ ഡെൻസിറ്റി 4 ഡിഗ്രിക്ക് താഴെ. 4 ഡിഗ്രി ആകുമ്പോൾ അത് കംപ്ലീറ്റ് ഐസ് ആയിട്ടാണ്. 4 ഡിഗ്രി താഴെ അതിന്റെ ഡെൻസിറ്റി കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഡെൻസിറ്റി കുറയുന്നതുകൊണ്ട് തന്നെ ഇത് ഐസ് വാട്ടറിന്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്യും. അപ്പോൾ വാട്ടറിനെക്കാളും കുറവാണ് ഐസിന്റെ ഡെൻസിറ്റി അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. So ice will be having lower density compared to water at a higher temperature. That is the reason why ice floats on water. Okay. As a gas, water is one of the lightest known. As a liquid, it is much denser. അപ്പോൾ ഗ്യാസ് ആയിട്ട് വാട്ടർ എന്ന് വെച്ചാൽ ലൈറ്റ് ആണ്. ലൈറ്റ് മീൻസ് അതിന്റെ ഡെൻസിറ്റി കുറവാണ്. ആസ് എ ലിക്വിഡ് ഇറ്റ് ഈസ് മച്ച് ഡെൻസർ ദാൻ എക്സ്പെക്ടഡ്, ആൻഡ് ആസ് എ സോളിഡ് ഇറ്റ് ഈസ് മച്ച് ലൈറ്റർ ദാൻ എക്സ്പെക്ടഡ് when compared with its liquid form.
അപ്പോൾ വാട്ടറിന്റെ കേസിൽ മാത്രമാണ് സോളിഡ് ഫോം ഈസ് മച്ച് ലൈറ്റർ ദാൻ ഇൻ ദ ലിക്വിഡ് ഫോം ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. അപ്പോൾ വാട്ടറിന്റെ കേസിൽ മാക്സിമം ഡെൻസിറ്റി അറ്റൈൻ ചെയ്യുന്നത് 4°C. ഓക്കെ, അതുകൊണ്ടാണ് വാട്ടർ ഐസ് ക്യൂബ്സ് വാട്ടറിന് മുകളിൽ ഫ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അനോമലസ് ബിഹേവിയർ ഓഫ് ഐസ് ഫ്ലോട്ടിംഗ് ഇൻ വാട്ടർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും മാത്രമാണ് നോക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് അറ്റൻഡൻസ് എടുക്കാം, അതിന്റെ ബാക്കി പറയാം. ആകാശ് ടൈം ഉണ്ടോ? നിങ്ങൾക്ക് ഒന്നെങ്കിൽ ചാറ്റിൽ പറയാം, അല്ലെങ്കിൽ പ്രസന്റ് പറയാം. ആകാശ് ചെയ്യാം. ആകാശ് കെ എം ഇല്ലേ? സാർ ഉണ്ട്. അഖിലം അമിത് കെ? സാർ. അനിരുദ്ധ് സുരേഷ്. ഓക്കെ. കാർത്തിക് കോത്തേരി. മുഹമ്മദ് ലാദിൽ. മുഹമ്മദ് ഷഹസാദ്. മുക്താസിം. മുഹമ്മദ് അസഫ്. മുഹമ്മദ് ലാദിൻ ഉണ്ടല്ലേ? ഓക്കെ. എടാ നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ ചാറ്റിൽ മാത്രം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കാണില്ല. നിങ്ങൾ പെട്ടെന്ന് വിളിച്ചിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ പ്രസന്റ് പറഞ്ഞോ. മുഹമ്മദ് ഫർദീൻ. ഇട്ടു ഫർദീൻ. ഓക്കെ. ഫത്തേഹ് ബിൻ മുഹമ്മദ് ഫത്തേഹ് ഇല്ല. ഓക്കെ, രാഹുൽ രാജീവ് ആയിട്ടല്ലോ വിളിച്ചിട്ടല്ലോ. ഫത്തേഹ് ഇല്ല. മുഹമ്മദ് സമ. പ്രസന്റ് സർ. പ്രസന്റ്. മുഹമ്മദ് സിയാൻ. പ്രസന്റ് സർ. ഓക്കെ. നിഷാദ് എന്താ? ഓക്കെ. നിവേദ് കുമാർ. സർ. പ്രത്യൂഷ് പ്രേമരാജ്. ഇല്ല. രാഹുൽ രാജീവ് പറഞ്ഞു. തരുൺ രാജീവ്. ഓക്കെ. സൗരാഗ്. ഇതിനൊക്കെ അറ്റൻഡൻസ് എടുക്കുന്നുണ്ട്. ഈ അറ്റൻഡൻസ് നിങ്ങൾക്കത് അറ്റൻഡൻസ് ആയിട്ട് അത് എന്തായാലും കൗണ്ട് ചെയ്യും. ക്ലാസ് പിന്നീട് വേറെ രീതിയിൽ കിട്ടുമെങ്കിലും അറ്റൻഡൻസ് എന്തായാലും കൗണ്ട് ചെയ്യും. സൗരാഗ് ഇല്ല. സൗരാഗ് ഇന്നലെ ഉണ്ടായിട്ടില്ല, അതാണ് ഞാൻ പറഞ്ഞത്. സൗരവ് ശ്രീജിത്ത് അല്ലേ? ശ്രീരാഗ് വിജയൻ. പ്രസന്റ്. വിഷ്ണു എ പി. പ്രസന്റ് സർ. വിഷ്ണു എൻ. പ്രസന്റ് സർ. വിഷ്ണു മാധവൻ. ഓക്കെ. ഇതിലിപ്പോ ഈ 23 ആൾക്കാരെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇന്നില്ലാത്ത കുറെ ആൾക്കാർ. അഖിലില്ലല്ലോ. 22 ആൾ ഇപ്പോ ഇത് കാണിക്കുന്നത്. അതിൽ 2 ഓക്കെ എന്റെ ഇതിൽ തന്നെ വരുന്നത് അക്കൗണ്ടാണ്. 20 ആൾ. എന്നാലും 3 ആളിലില്ല. ആകാശ്, അഖിലില്ല. അമിത് ഉണ്ട്. മുഹമ്മദ് ഫത്തേഹ് ഉണ്ടല്ലേ? മുഹമ്മദ് ഫത്തേഹ് ഇല്ലേ? പ്രത്യുഷ് ഉണ്ടായില്ല നേരത്തെ? ഇപ്പൊ പോയതല്ലോ. കേറാൻ പറ്റുന്ന പറഞ്ഞു. അതെയോ? ഓക്കെ. സൗരാഗ് ഇല്ല. സൗരവ് ശ്രീജിത്തോ? ഇല്ല. ഓക്കെ. എന്നാല് അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇതിപ്പോ ഞാൻ പറഞ്ഞ ഈ മെറ്റീരിയൽ സയൻസ് തിയറിറ്റിക്കൽ സബ്ജക്റ്റ് ആണ്. അപ്പൊ നിങ്ങളെ ഇപ്പോ നോക്കുന്ന ഈ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ആദ്യമൊക്കെ ഫുൾ ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ കെമിസ്ട്രിയാണ് വരുന്നത്. നിങ്ങളെ ഫസ്റ്റ് ഇയർ കെമിസ്ട്രീന്റെ ബുക്കിലൊക്കെ നോക്കി, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിന്റെ ബുക്കിലൊക്കെ നോക്കി അതിന്റെ ബേസിക് ഒന്ന് പഠിച്ചു വെക്കുക.
നമ്മളെ സബ്ജക്റ്റിലേക്ക് ഇനിയും വരണത്രേ കൃത്യമായിട്ട്. ഇതൊക്കെ നമ്മളെ +2 ഹിസ്റ്ററീസ് ആണ്. അപ്പൊ അതെല്ലാം ഒന്ന് നോക്കാം കേട്ടോ. സമയം വെറുതെ കളയരുത്. ലോക്ക്ഡൌൺ ആണ്, വീട്ടിലാന്ന് വെച്ചിട്ട് വെറുതെ കളയരുത്. ഇത് പഠിച്ചു പോവാ. നിങ്ങൾക്കിത് നിങ്ങളെ എക്സാമിന്റെ ടൈം ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ റെഡി ആയിട്ട് എക്സാം റെഗുലർ ആയിട്ട് തന്നെ ഉണ്ടാവാം ഡിസംബർ ഒക്കെ ആകുമ്പോൾ. അതുകൊണ്ട് കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ വെച്ചിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, ഓക്കെ, താങ്ക് യു. നാളെ കാണാം.